ഞാനൊരു കാര്യം അങ്ങോട്ട് അയച്ചത് കിട്ടിയോ? ദേ കള്ളം പറയല്ലേ, വാട്സപ്പിൽ ഒന്ന് നോക്കിയേ. ഓ കണ്ടു. നീ കല്യാണാഭരണം ഇട്ട് നിൽക്കുന്ന ഫോട്ടോ അല്ലേ? കിട്ടിയോ? അത് കണ്ടിട്ട് എന്ത് തോന്നി? എന്തു തോന്നാൻ, ഒരു സാധാരണ ഫോട്ടോ. ആ ഫോട്ടോയിൽ എന്നെ കണ്ടിട്ടേ ആകാശേട്ടന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? എന്ത് പ്രത്യേകത? അല്ലെങ്കിൽ ഈ ആകാശേട്ടൻ ഇങ്ങനെ ഒന്നും കണ്ണി പിടിക്കില്ല. കർത്താവേ, ഭാഗ്യം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നുകൂടി ആ ഫോട്ടോ എടുത്തൊന്ന് നോക്ക് ആകാശേട്ടാ. എന്നിട്ട് പറ അതിന്റെ വ്യത്യാസം എന്താന്ന്. ഒന്ന് നോക്ക്. എടി, നീ എന്നെ ഇങ്ങനെ കുഴപ്പിക്കാത്ത കാര്യം പറ. ആ ഫോട്ടോയിലേ ഞാനിട്ട മാല ഉണ്ടോ? ആ മാലയ്ക്ക് എന്താ പ്രത്യേകത? ഞാൻ പതിവില്ലാതൊരു മാല ഇട്ടാ അതുപോലും ശ്രദ്ധിക്കില്ല. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണോ? ആകാശേട്ടന് ഒരു സന്തോഷാവട്ടെ എന്ന് കരുതിയാ ഞാൻ ആ ഫോട്ടോ ഇട്ടത്. ഇവളുടെ ശൃംഗാരം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. ഭാഗ്യം. അത്ഭുതം തന്നെ, ഞാനീ കൊണ്ടുവച്ച ഡ്യൂപ്ലിക്കേറ്റ് വെട്ടി അമൃതയും കണ്ടില്ല. പൊന്നല്ലേ, 10-35 ലക്ഷത്തിന്റെ മുതല. അല്ലേ വേണ്ട, ഇതുവഴി പോകാം. എടുക്കള. അപ്പോ ഞാൻ പറയുന്നതിന് മുന്നേ എന്റെ മാല ശ്രദ്ധിച്ചിരുന്നല്ലേ? എന്നിട്ടാ എന്നെ ഇത്രയും നേരിട്ട് കളിപ്പിച്ചത്. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ശരി ആകാശേട്ടാ, ഫ്രീ ആകുമ്പോ വിളിക്കണേ. അയ്യോ എന്റെ കൃഷ്ണ, ഞാനിവിടെ വെച്ച ഓർണമെന്റ് ബോക്സ് എവിടെ പോയി? നീ എന്തായി നോക്കുന്നേ? അമർത്തേച്ചി, ആ ഓർണമെന്റ് ബോക്സ് ഞാനിവിടെ വെച്ചിരുന്നതാ. ഇതാ പറഞ്ഞ, നിനക്കൊരു സൂക്ഷ്മത ഉത്തരവാദിത്വം ഒന്നുമില്ല. ഞാനതെടുത്ത് അലമാരിക്കകത്ത് വെച്ചു. ആണോ? പിന്നല്ലാതെ. ഞാനങ്ങ് പേടിച്ചു പോയി. ഓ, എനിക്കിപ്പോഴാ സമാധാനമായത്. ആരാ പിന്നെ താക്കോലെടുത്ത് അലമാര തുറന്നിട്ടത്? അത് പിന്നെ ഞാനാ ഓർണമെന്റ് ബോക്സ് തിരിച്ചു വെക്കാൻ വേണ്ടി അലമാര തുറന്നത്. അപ്പോഴാ ആകാശേട്ട ഫോണിൽ വിളിച്ചത്. ഞാനൊന്ന് പുറത്തോട്ട് പോയി. നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിക്കരുതാക്കില്ലേ. 60 പവനെന്ന് പറഞ്ഞാ ഇന്നത്തെ കാലത്ത് 10-30 ലക്ഷം രൂപ വരും. പട്ടാ പകല് പോലും കള്ളന്മാരും കുറുവാ സംഘങ്ങളും ഒക്കെ ഇറങ്ങുന്ന കാലമായത്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അശ്രദ്ധ കാണിക്കാൻ പാടുണ്ടോ? സോറി അമൃതേച്ചി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം.
അത് കേട്ടാലെങ്കിലും അഭിമന്യു എന്നെ തിരിച്ചു വിളിക്കുമായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.